ഹലോ ഗൈസ്, ഏറെ നാളായിട്ട് കാത്തിരുന്ന നമ്മുടെ ആട് 3 കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷാജിയേട്ടൻ, നമ്മുടെ ഡ്യൂഡ്, നമ്മുടെ അറക്കിൽ അബു, അങ്ങനെ നമ്മുടെ കേറ്റസ്. അപ്പൊ നേരെ സിനിമയിലേക്ക് വരാം. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഏറെ താല്പര്യത്തോടെ ഈ സിനിമ കാണാൻ കാത്തിരിക്കുകയാണെങ്കിലോ, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ആണെങ്കിലോ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ആയില്ലെന്ന് വരും. അപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുഴപ്പമില്ലാതെ തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ അനുഭവമാണ്. അതായത് മോശം സിനിമയല്ല, അത്യുഗ്രം സിനിമയല്ല, ഇതിനിടയിൽ നിൽക്കുന്ന ഒരു അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം തമാശകളെല്ലാം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ചില സ്ഥലത്ത് അത് വർക്ക്ഔട്ട് ആവാത്തതും ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതാവാം. അതേപോലെ തന്നെ രണ്ട് ടൈം ലൈൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഷാജിയേട്ടനെ മറക്കിലപ്പോ നിങ്ങൾ ട്രെയിലർ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും. രണ്ട് ടൈം ലൈനിലുള്ള ഷാജിയേട്ടനെയും മറക്കിലപ്പൂനെയും ഡ്യൂഡിനെയും ധർമ്മജനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തിയേറ്ററിൽ തന്നെ പോയി ആ ആടിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലേവർ നമുക്ക് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ തിയേറ്ററിൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ തന്നെ കാണുന്നതുകൊണ്ട് നമുക്ക് മോശം അനുഭവം ഒന്നും കിട്ടുന്ന സിനിമയല്ല. എന്നാൽ ഞാൻ പറഞ്ഞ തിയേറ്ററിൽ തന്നെ കാണേണ്ട, തിയേറ്ററിൽ നിന്ന് മിസ്സാക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ആട് 1ഉം 2ഉം തരുന്ന ഒരു റിപ്പീറ്റ് വാച്ചബിൾ ആയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ഇതിനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ആവറേജ് അനുഭവമായിരുന്നു എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. അതും കൂടെ വരുമ്പോഴേ ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആവുള്ളൂ. അപ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് കുറച്ചും കൂടെ വർക്ക് ആയിട്ടുണ്ടാവുക. അപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയേറ്ററിൽ കാണാൻ പറ്റുന്ന, കുഴപ്പമില്ലാത്ത ഒരു വൺ ടൈം കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ആദ്യത്തെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ, ബൈ.